മോൺസ്റ്റർ വേഴ്സിലെ ഏറ്റവും പവർഫുൾ ആയ ഒരു ടൈറ്റനാണ് ഗോഡ്സില്ല. ഗോഡ്സില്ല മാർവൽ യൂണിവേഴ്സിലേക്ക് എത്തിയാലോ? മാർവൽ യൂണിവേഴ്സിലെ ഹീറോസ് ആയ ദ ഫാന്റാസ്റ്റിക് ഫോറും അവഞ്ചേഴ്സും എക്സ്മെനും ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയും എല്ലാം ഒരുമിച്ചിട്ടും അവർക്ക് ഗോഡ്സിലെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലോ? നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളെല്ലാം വില്ലൻ എന്ന് മുദ്ര കുത്തിയ സാക്ഷാൽ വിക്ടർ വോൺ ഡൂം അഥവാ ഡോക്ടർ ഡൂം തന്നെ മാർവൽ യൂണിവേഴ്സിന്റെ രക്ഷകനായിട്ട് എത്തിയാലോ? കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഗോഡ്സിലെയും ഗോഡ് ഓഫ് ദ സിംബിയോട്സ് ആയ നള്ളിനെയും തടയാൻ ഡോക്ടർ ഡൂം അസംബിൾ ചെയ്ത മൾട്ടിവേഴ്സൽ ടീമായ ദി അവഞ്ചേഴ്സ് ഓഫ് ഡൂമിന് സാധിക്കുമോ? എന്തായാലും ദി അവഞ്ചേഴ്സ് ഓഫ് ഡൂമും ഗോഡ്സിലയുമായിട്ടുള്ള പോരാട്ടം വെറും ഒരു സാധാരണ പോരാട്ടമാകാൻ യാതൊരു സാധ്യതയുമില്ല. 2025 പുറത്തിറങ്ങിയ ഗോഡ്സില ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ് എന്ന കോമിക്കിന്റെയും 2026 പുറത്തിറങ്ങിയ ഗോഡ്സില ഇൻഫിനിറ്റി റോർ എന്ന കോമിക്കിന്റെയും കണ്ടിന്യൂവേഷൻ ആയിട്ട് 2026 പുറത്തിറങ്ങിയ ഗോഡ്സില കോൺക്വേഴ്സ് ദ മൾട്ടിവേഴ്സ് എന്ന കോമിക്കിന്റെ ഒന്നാമത്തെ ഇഷ്യൂ ആണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഗോഡ്സില ഡിസ്ട്രോയ്സ് ദ മാർവൽ യൂണിവേഴ്സ്, ഗോഡ്സില ഇൻഫിനിറ്റി റോർ എന്ന കോമിക്കിന്റെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോസ് ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ആ കോമിക്കുകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോസ് മസ്റ്റ് ആയിട്ടും കണ്ടതിന് ശേഷം മാത്രം ഗോഡ്സില കോൺക്വേഴ്സ് ദ മൾട്ടിവേഴ്സ് എന്ന കോമിക്കിന്റെ ഒന്നാമത്തെ ഇഷ്യൂ കാണുവാൻ ശ്രമിക്കുക. ഗോഡ്സിലയുടെയും മാർവൽ യൂണിവേഴ്സിലെ ഹീറോസിന്റെയും വമ്പൻ പോരാട്ടങ്ങൾ ഈ കോമിക്കിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. സോ ഒരുപാട് പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. യൂണിവേഴ്സ് 292786-ൽ വാച്ചേഴ്സിന്റെ കൗൺസില് ഒത്തുകൂടിയിരിക്കുന്നു. അയൽപ്പക്കത്തെ യൂണിവേഴ്സിൽ സംഭവിക്കുന്ന ഭയാനകരമായ ഒരു വിഷയം ചർച്ച ചെയ്യാൻ യൂണിവേഴ്സ് 615ന്റെ വാച്ചറായ ബോൺലെയാണ് മറ്റു വാച്ചേഴ്സിനെ യൂണിവേഴ്സ് 292786ലേക്ക് വിളിച്ചു വരുത്തിയത്. പൂവാട്ടു എന്ന വാച്ചർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സ് കോൺക്വർ ചെയ്യപ്പെട്ടിരിക്കുന്നു. പൂവാട്ടു എന്ന വാച്ചറിനും എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു. ആ യൂണിവേഴ്സിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന വാച്ചേഴ്സിന്റെ യൂണിവേഴ്സിൽ സംഭവിക്കാൻ സാധ്യത ഏറെയാണ്. ഗോഡ്സില എന്ന കൈജുവിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. ആ കൈജുവിനെ എതിർക്കാനെത്തിയ എല്ലാവരെയും ആ കൈജു പരാജയപ്പെടുത്തി. ഗോഡ്സില അഴിച്ചുവിട്ട ആക്രമണത്തെ എല്ലാം മറയാക്കി ഗോഡ് ഓഫ് ദ സിംബിയോട്സ് ആയ നള്ള് തന്റെ ഗോഡിവേമിന്റെ സഹായത്തോടെ ഇഗ്ഡ്രാസിൽ എന്ന വേൾഡ് ട്രീയെ ഇൻഫെക്ട് ചെയ്ത് ആ യൂണിവേഴ്സിലെ എല്ലാ ജീവജാലങ്ങളെയും അവൻ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു. നള്ളിന്റെ ഇൻഫെക്ഷനിൽ നിന്ന് ധൈര്യശാലികളും ബുദ്ധിമാന്മാരും അപകടകാരികളുമായ ചില വ്യക്തികൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഗോഡ്സിലയും നള്ളും കാരണം തകർന്നടിഞ്ഞ തന്റെ പ്രപഞ്ചത്തിന് വേണ്ടി പ്രതികാരം ചെയ്യാൻ ഡോക്ടർ ഡൂമിന് സാധിക്കുമെന്ന് തന്നെയാണ് വാച്ചേഴ്സിന്റെ കൗൺസിൽ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ഡോക്ടർ ഡൂമിന് അതിന് സാധിക്കാതെ വന്നാൽ യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിലും ഇടപെടാൻ പാടില്ല എന്ന പ്രതിജ്ഞ അവർക്ക് തെറ്റിക്കേണ്ടി വരുമോ എന്ന ആശങ്കയും വാച്ചേഴ്സിന്റെ ഉള്ളിലുണ്ട്. ഇതേ സമയത്ത് ഡോക്ടർ ഡൂം ഗോഡ്സിലയോട് പോരാടാനായിട്ട് ഒരു വൃത്തിയായിട്ടുള്ള മറ്റൊരു കൈജുവിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ഡൂമിന്റെ ആജ്ഞ പ്രകാരം ആ കാര്യങ്ങൾ അവഞ്ചേഴ്സ് ഓഫ് ഡൂമിനെ അറിയിക്കാനായിട്ട് സ്പൈഡർമാൻ പോകുന്നു. തന്റെ ടീമായ അവഞ്ചേഴ്സ് ഓഫ് ഡൂം അസംബിൾ ആയത് കണ്ട ഡോക്ടർ ഡൂം അവരോട് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അതായത് നമ്മുടെ യൂണിവേഴ്സിലെ അവസാനത്തെ സർവൈവേഴ്സ് നമ്മളാണ്. സിംബിയോട്ടുകളുടെ ക്രിയേറ്ററായ ആ ദുഷ്ടനായ നള്ള് എല്ലാ ജീവജാലങ്ങളെയും താൽക്കാലികമായിട്ട് കീഴടക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. ഗോഡ്സില എന്ന കൈജുവിനെ മുൻനിർത്തിയാണ് അവൻ അവന്റെ പദ്ധതികൾ നിറവേറ്റിയത്. അവൻ അവന്റെ ഗോഡിവേമിന്റെ സഹായത്തോടെ ഇൻഫെക്ട് ചെയ്തതോടെ പ്രപഞ്ചത്തെ മുഴുവനും നള്ള് തടവിലാക്കിയിരിക്കുന്നു. എന്നെ എപ്പോഴും വിമർശിക്കുന്നവർ പോലും പരാജയപ്പെട്ടിരിക്കുന്നു. സിംബിയോട്ടുകളുടെ മുന്നിൽ അവർക്ക് അപമാനം നേരിടേണ്ടി വന്നിരിക്കുന്നു. അവരെല്ലാം പരാജയപ്പെട്ട സ്ഥാനത്ത് ഞാൻ വിജയിക്കും. എന്നെ നിരാശപ്പെടുത്താൻ നിങ്ങളിൽ ആർക്കും തന്നെ അനുവാദമില്ല എന്നൊക്കെ. ഡോക്ടർ ഡൂമിന്റെ ടീമായ ദി അവഞ്ചേഴ്സ് ഓഫ് ഡൂം എന്ന ടീമിൽ മാസ്റ്റർ ഓഫ് ടൈം എന്നറിയപ്പെടുന്ന ടൈം ട്രാവലറായ കാങ് ദ കോൺക്വററും മ്യൂട്ടന്റ് ഡോമിന്റെ വൈറ്റ് ക്യൂൻ എന്ന് വിളിക്കപ്പെടുന്ന മ്യൂട്ടന്റായ എമ്മ ഫ്രോസ്റ്റും ജോണി സ്റ്റോം അഥവാ ഹ്യൂമൻ ടോർച്ചും ഓൾ റൈഡർ എന്നറിയപ്പെടുന്ന ഗോസ്റ്റ് റൈഡറും ഫ്രാങ്ക് കാസിൽ അഥവാ ദ പണിഷറും നെക്സസ് ഓഫ് റിയാലിറ്റീസിന്റെ ഗാർഡിയനായ മാൻ തിങ്ങും ലാറ്റ്വേറിയയിലെ ഫൈനസ്റ്റ് ബേക്കറായ കാഗൽ മാക്കറും സ്പൈഡർമാനുമാണ് ഉള്ളത്. ഗോഡ്സിലെയും നള്ളിനെയും നേരിടാനുള്ള ശക്തിയെ തേടി ദി അവഞ്ചേഴ്സ് ഓഫ് ഡൂം തികച്ചും വ്യത്യസ്തമായ മറ്റൊരു യൂണിവേഴ്സിലേക്ക് പോകുന്നു. യൂണിവേഴ്സ് 98372-ലെ ടോക്കിയോയിലെത്തിയ അവർ കാണുന്നത് ഭീമാകാരന്മാരായ കൈജൂസ് തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ്. ഈ യൂണിവേഴ്സിൽ അവശേഷിക്കുന്ന കൈജൂസ് ജൈഗാൻഡോയും റോഡനും മാത്രമാണ്. ജൈഗാൻഡോയും റോഡനും തമ്മിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുകയാണ്. പോരാട്ടത്തിനൊടുവിൽ റോഡൻ തന്റെ മൂർച്ചയുള്ള ചിറകൾ കൊണ്ട് ജൈഗാൻഡോയുടെ കഴുത്ത് വെട്ടി ജൈഗാൻഡോയെ കൊന്നുകളയുന്നു. അതെ, ഈ യൂണിവേഴ്സിലെ കൈജൂസിൽ ഇനി അവശേഷിക്കുന്നത് റോഡൻ മാത്രമാണ്.
റോഡനെ ടെലിപാത്തി പവേഴ്സ് പ്രയോഗിച്ച് വരുതിയിലാക്കാൻ ഡോക്ടർ ഡൂം എമ്മ ഫ്രോസ്റ്റിനോട് പറഞ്ഞു തീരേണ്ട താമസം റോഡന്റെ നെഞ്ചിലൂടെ മറ്റേതോ ഒരു ടൈറ്റന്റെ കൈ തുളച്ചു കയറുകയാണ്. എന്നിട്ട് ഒട്ടും സമയം പാഴാക്കാതെ ആ ടൈറ്റൻ അതിന്റെ ലേസർ ബീമുകൾ പുറപ്പെടുവിച്ച് റോഡനെ ആക്രമിച്ച് റോഡനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുന്നു. റോഡനെ കൊന്നത് ഒരു കൈജു അല്ലായിരുന്നു, ആ ടൈറ്റൻ മെക്ക ഫിൻഫാൻഫൂം ആയിരുന്നു. ഇതേ സമയത്ത് സ്പൈഡർമാൻ ഒരു കാഴ്ച കാണുകയുണ്ടായി. അതായത് കൈജൂസ് തമ്മിൽ പോരാട്ടം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു പ്രത്യേക തരം ജീവി എവിടേക്കോ ഓടിപ്പോകുന്നതായിട്ട്. മെക്ക ഫിൻഫാൻഫൂമിനെ നിയന്ത്രിക്കുന്നത് മറ്റാരുമല്ല, അത് സാക്ഷാൽ റെഡ് സ്കള്ളാണ്. അവഞ്ചേഴ്സ് ഓഫ് ഡൂമിനെ കണ്ടതും റെഡ് സ്കള്ള് അവരെ ആക്രമിക്കാനായിട്ട് തയ്യാറായതും എമ്മ ഫ്രോസ്റ്റ് തന്റെ ടെലിപാത്തി പവേഴ്സ് പ്രയോഗിച്ച് മെക്ക ഫിൻഫാൻഫൂമിനെ തന്റെ വരുതിയിലാക്കുന്നതോടെ ദി അവഞ്ചേഴ്സ് ഓഫ് ഡൂം മെക്ക ഫിൻഫാൻഫൂമിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒട്ടും സമയം പാഴാക്കാതെ ദ പണിഷർ തന്റെ ഷോട്ട് ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് റെഡ് സ്കള്ളിന്റെ തലയങ്ങെടുക്കുന്നു. റെഡ് സ്കള്ളിന്റെ മെക്ക ഫിൻഫാൻഫൂം നിർമ്മിച്ചിരിക്കുന്നത് അഡമാന്റിയം എന്ന ശക്തമായ മെറ്റൽ ഉപയോഗിച്ചാണ്. ഗോഡ്സിലക്കെതിരെ പോരാടാൻ മെക്ക ഫിൻഫാൻഫൂം ഒരു ശക്തമായ ആയുധമായിരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല എന്നാണ് ഡോക്ടർ ഡൂം പറയുന്നത്. ഇതേ സമയത്ത് സ്പൈഡർമാൻ അവിടെ നിന്നും ഓടിപ്പോയ ഒരു പ്രത്യേക തരം ജീവിയെ കണ്ടെത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആ ജീവിയും ഒരു കൈജു ആയിരുന്നു. വളരെ ക്യൂട്ടായിട്ടുള്ള, ആര് കണ്ടാലും ഒന്ന് ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു കൈജു. സ്പൈഡർമാൻ ആ കൈജുവിനെ സ്നേഹത്തോടെ മെരുക്കിയെടുത്ത് കാഗൽമാക്കർ ഉണ്ടാക്കി കൊടുത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് ആ കൈജുവിന് സമ്മാനിക്കുന്നു. അല്പസമയത്തിന് ശേഷം ഡോക്ടർ ഡൂമിന്റെ മൾട്ടിവേഴ്സൽ കോട്ടയിൽ സ്പൈഡർമാൻ കൊണ്ടുവന്ന ആ ക്യൂട്ട് കൈജുവിനെ കാങ് ദ കോൺക്വററിന് അത്ര പിടിച്ചിട്ടില്ല. ആ ക്യൂട്ട് കൈജുവിനെ ഉപേക്ഷിക്കാൻ കാങ് ഡോക്ടർ ഡൂമിനോട് പറയുന്നുണ്ടെങ്കിലും സ്പൈഡർമാനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്യില്ല. ഡോക്ടർ ഡൂം സ്പൈഡർമാനെ തന്റെ ടീമിലേക്ക് ക്ഷണിക്കാൻ തന്നെ എന്തോ ഒരു പ്രത്യേക കാരണമുണ്ട്. ഗോഡ്സിലയോട് പോരാടാനുള്ള ശക്തമായ ആയുധങ്ങൾ ഡോക്ടർ ഡൂമിന് ഇനിയും ആവശ്യമുണ്ട്. ആ കാരണം കൊണ്ട് തന്നെ താൻ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സുകൾ തന്നെ കാണിക്കാൻ എമ്മ ഫ്രോസ്റ്റിനോട് തന്റെ മൈൻഡിലേക്ക് പ്രവേശിക്കാൻ ഡോക്ടർ ഡൂം ആവശ്യപ്പെടുന്നു. അങ്ങനെ ആഴ്ചകളോളം കൈജൂസ് കീഴടക്കിയ യൂണിവേഴ്സുകളിലേക്കെല്ലാം അവഞ്ചേഴ്സ് ഓഫ് ഡൂം കടന്നു ചെന്നു. ഗോഡ്സിലെ പരാജയപ്പെടുത്താൻ ശേഷിയുള്ള വലിയ ത്രെറ്റുകളെ തേടി അവർ ഒരുപാട് സഞ്ചരിച്ചു. അങ്ങനെ അവർ സഞ്ചരിച്ച് മറ്റൊരു യൂണിവേഴ്സിലെത്തിയപ്പോൾ കൈജൂസായ മഗൂമയും കുമോങ്ക എന്ന സ്പൈഡറും തമ്മിൽ പോരാടുന്നതാണ് അവഞ്ചേഴ്സ് ഓഫ് ഡൂം കാണുന്നത്. ഗോസ്റ്റ് റൈഡർ മഗൂമയുടെ മുകളിലേക്ക് ചാടി ഇറങ്ങിയതും പെട്ടെന്ന് തന്നെ കുമോങ്ക അതിന്റെ വെബ്സ് പുറപ്പെടുവിച്ച് ഗോസ്റ്റ് റൈഡറിനെ ചുറ്റി വരിയുന്നതോടെ ഗോസ്റ്റ് റൈഡർ തന്റെ സ്വന്തം ഹെൽഫയറിൽ വെന്തുരുകി പോവുകയാണ്. അതെ, ഗോസ്റ്റ് റൈഡർ മരണപ്പെട്ടിരിക്കുന്നു. ആക്ച്വലി കുമോഗയുടെ കൈകളാൽ അവഞ്ചേഴ്സ് ഓഫ് ഡൂം പലവട്ടം മരണപ്പെട്ടിരുന്നു. എന്നാൽ അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം റീവൈൻഡ് ചെയ്ത് അവഞ്ചേഴ്സ് ഓഫ് ഡൂമിനെ മരണത്തിൽ നിന്ന് വീണ്ടും തിരികെ കൊണ്ടുവന്നത് കാങ് ദ കോൺക്വറർ ആണ്. അവർ ഒരിക്കൽ കൂടി ആ ടൈറ്റൻസിനെ വരുതിയിലാക്കാൻ തയ്യാറായി. ഈ പ്രാവശ്യം ഗോസ്റ്റ് റൈഡർ നേരെ ചെന്ന് ലാൻഡ് ചെയ്തത് കുമോഗയുടെ മുകളിലേക്കാണ്. ഗോസ്റ്റ് റൈഡർ ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തോടൊപ്പം ഹ്യൂമൻ ടോർച്ചുമുണ്ട്. ഇതേ സമയത്ത് ഡോക്ടർ ഡൂമിന്റെ ക്യാസിലിൽ നിന്നുകൊണ്ട് എമ്മ ഫ്രോസ്റ്റ് തന്റെ ടെലിപാത്തി പവേഴ്സ് പ്രയോഗിച്ച് കുമോഗയുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ആവുന്നത് ശ്രമിച്ചെങ്കിലും കുമോഗയെ മൈൻഡ് കൺട്രോൾ ചെയ്ത് മെരുക്കിയെടുക്കാൻ അവൾക്ക് സാധിച്ചില്ല. സോ ആ കാരണം കൊണ്ട് തന്നെ ഹ്യൂമൻ ടോർച്ചും ഗോസ്റ്റ് റൈഡറും അവരുടെ മിഷൻ ഉപേക്ഷിച്ച് കുമോഗയുടെ പക്കൽ നിന്ന് അവരുടെ സ്പേസ്ഷിപ്പിലേക്ക് തിരികെ പോകുന്നു. ഗോഡ്സിലെ നശിപ്പിക്കാൻ ശേഷിയുള്ള മോൺസ്റ്റേഴ്സിനെ മൾട്ടിവേഴ്സുകളിൽ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ഡോക്ടർ ഡൂം. സ്പൈഡർമാൻ തന്റെ പുതിയ പെറ്റായ ആ ക്യൂട്ട് കൈജുവിന് ഒമേഗ എന്ന് പേരിട്ടു. അവഞ്ചേഴ്സ് ഓഫ് ഡൂം എന്ന ടീമിലെ മറ്റ് ടീം മെമ്പേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒഴിവ് സമയങ്ങളിൽ ഏറ്റവും അധികം എൻജോയ് ചെയ്തത് സ്പൈഡർമാൻ ആയിരുന്നു. മാൻതിങ്ങിന് താൻ ഉണ്ടാക്കി കൊടുത്ത ആപ്പിൾ പൈ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വിഷമത്തിൽ നിന്ന് ലാറ്റ്വേറിയയിലെ ഫൈനസ്റ്റ് ബേക്കറായ കാഗൽമാക്കർ റിക്കവർ ആയിട്ടുമില്ല. ഗോഡ്സില എന്ന കൈജുവിനെ നേരിടാനുള്ള ശക്തിയെ തേടി യൂണിവേഴ്സ് 9938 ദ സാവേജ് ലാൻഡിലേക്ക് എത്തുന്ന അവഞ്ചേഴ്സ് ഓഫ് ഡൂം ടോർഗ് എന്ന മോൺസ്റ്ററിനെ കണ്ടെത്തുകയാണ്. ടോർഗ് നല്ല ശക്തനൊക്കെയാണ്, പക്ഷെ ഗോഡ്സിലയോട് പോരാടാൻ മാത്രം ശക്തനാണോ ടോർഗ് എന്നതിൽ അവഞ്ചേഴ്സ് ഓഫ് ഡൂമിന് നല്ല സംശയമുണ്ട്. അവസാനം ഗോഡ്സില എന്ന മോൺസ്റ്ററിനെ നേരിടാൻ ശക്തനായ ഒരു കൈജുവിനെ ഡോക്ടർ ഡൂം കണ്ടെത്തിയിരിക്കുന്നു. ആ കൈജുവിനെ കാണാനായിട്ട്, ആ കൈജുവിനെ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവഞ്ചേഴ്സ് ഓഫ് ഡൂം മാൻതിങ്ങിന്റെ സഹായത്തോടെ യൂണിവേഴ്സ് 8873 പോകുന്നു. യൂണിവേഴ്സ് 8873 എത്തിയ അവഞ്ചേഴ്സ് ഓഫ് ഡൂം ഡോക്ടർ ഡൂം കണ്ടെത്തിയ ആ ശക്തനായ കൈജുവിനെ കണ്ട് അമ്പരന്ന് പോയി. അതെ, ഡോക്ടർ ഡൂം കണ്ടെത്തിയ കൈജു വോൾവറിന് സമാനമായ കൈജു ആയ വെപ്പൺ സില്ലയായിരുന്നു. ഇതേ സമയത്ത് ഗോഡ് ഓഫ് ദ സിംബിയോട്സ് ആയ നള്ള് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സാങ്ക്ടം സാങ്ക്ടോറത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ യൂണിവേഴ്സ് ഇപ്പോൾ കോൺക്വർ ചെയ്യപ്പെട്ട് നിശബ്ദമായി കിടക്കുകയാണ്. എന്നാൽ നമ്മുടെ യൂണിവേഴ്സിനെ കോൺക്വർ ചെയ്ത നമ്മുടെ യൂണിവേഴ്സിന്റെ ഏറ്റവും പുതിയ മാസ്റ്റർ വളരെ അസ്വസ്ഥനാണ്.
അതെ, സാക്ഷാൽ ഗോഡ് ഓഫ് ദ സിംബിയോട്സ് ആയ നള്ള് വളരെ അസ്വസ്ഥനാണ്. കാരണം ഡോക്ടർ ഡൂം രക്ഷപ്പെട്ടത് നള്ളിന്റെ കൺവെട്ടത്തിൽ നിന്നാണ്. നള്ള് ഐ ഓഫ് അഗോമോട്ടയുടെ സഹായത്തോടെ ഡോക്ടർ ഡൂമിന്റെ പദ്ധതികളും അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്നും അറിയാൻ ശ്രമിക്കുന്നു. ഡോക്ടർ ഡൂം തനിക്കും ഗോഡ്സിലയ്ക്കുമെതിരെ പോരാടാൻ ഒരു ആർമിയെ തന്നെ ഗ്യാദർ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയ നള്ള് തന്റെ സിംബിയോട്ടുകൾക്ക് വേണ്ടി പ്രത്യേക ശക്തിയുള്ള ഹോസ്റ്റുകളെ തെരഞ്ഞെടുക്കുന്നു. യൂണിവേഴ്സിനെ മുഴുവനായിട്ട് കോൺക്വർ ചെയ്യുന്നതിന് മുൻപ് നള്ളിന് ഒരൊറ്റ തടസ്സത്തെ കൂടെ ഇല്ലാതാക്കേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ ഡൂം തിരികെ എർത്തിലേക്ക് എത്തുന്നതിന് മുൻപേ ഡോക്ടർ ഡൂമിനെ അവിടേക്ക് ചെന്ന് ആക്രമിക്കാനും മൾട്ടിവേഴ്സുകളിലേക്കുള്ള വാതിലുകൾ തുറക്കാനുമായിട്ട് നള്ള് തന്റെ സിംബിയോട്ടിനെ ഹോസ്റ്റായിട്ട് തെരഞ്ഞെടുത്ത ഒരു വ്യക്തി അമേരിക്ക ഷാവേസ് ആയിരുന്നു. ഡോക്ടർ ഡൂമിനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ നള്ള് തന്റെ ടീമിനെ ഡോക്ടർ ഡൂം ഇപ്പോഴുള്ള യൂണിവേഴ്സിലേക്ക് അയക്കുന്നു. നള്ളിന്റെ ടീം അറിയപ്പെടുന്നത് നൾസ് ക്രൂ എന്നാണ്. നള്ളിന്റെ ടീമിലേക്ക് സിംബിയോട്ടുകൾ അവർക്ക് ഹോസ്റ്റുകളായിട്ട് തെരഞ്ഞെടുത്തത് മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിനെയും അമേരിക്ക ഷാവേസിനെയും സ്യൂസ് ടോമിനെയും ദ തിങ്ങിനെയും സിൽവർ സർഫറിനെയും ഡോക്ടർ ഓട്ടോ ഒക്ടേവിയസിനെയും ഒക്കെയാണ്. മൾട്ടിവേഴ്സിനെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന അമേരിക്ക ഷാവേസിന്റെ എബിലിറ്റിയെ കറപ്റ്റ് ചെയ്താണ് നള്ള് തന്റെ ടീമായ നൾസ് ക്രൂവിനെ ഡോക്ടർ ഡൂമിന്റെ പക്കലേക്ക് അയക്കുന്നത്. നൾസ് ക്രൂ അമേരിക്ക ഷാവേസ് ക്രിയേറ്റ് ചെയ്ത മൾട്ടിവേഴ്സൽ പോർട്ടലിലേക്ക് എൻ്റർ ചെയ്യുന്നതോടെ ഗോഡ്സില്ല കോൺക്വേഴ്സ് ദ മൾട്ടിവേഴ്സ് എന്ന കോമിക്കിന്റെ ഒന്നാമത്തെ ഇഷ്യൂ ഇവിടെ അവസാനിക്കുന്നു. ഡോക്ടർ ഡൂമിന്റെ ടീമായ അവഞ്ചേഴ്സ് ഓഫ് ഡൂമും നള്ളിന്റെ ടീമായ നൾസ് ക്രൂവും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. നൾസ് ക്രൂ ഡോക്ടർ ഡൂമിനെ തേടി വരികയാണെന്ന് ഡോക്ടർ ഡൂം അറിഞ്ഞിട്ടില്ല. ഡോക്ടർ ഡൂമിനും അദ്ദേഹത്തിന്റെ ടീമിനും നൾസ് ക്രൂവിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് അടുത്ത ഇഷ്യൂവിൽ കണ്ടറിയാം.